തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ തീക്കനൽ തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സന്തോഷം വേണം. അത് ശരിയായ സന്തോഷം കിട്ടുന്നത് കർത്താവിങ്കിൽ നിന്നാണ്. യേശുക്രിസ്തുവിലുള്ള സന്തോഷമാണ് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം. അത് വേദപുസ്തക പാരായണത്തിലൂടെയും പ്രാർത്ഥനയുടെയും മാത്രമേ കിട്ടുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. 1 Thessalonians 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന് ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സന്തോഷം വേറെ മാർഗമൊന്നുമില്ല. അതാണ് പോൾ സെയ്സ്, ഓൾവേസ് ഹാപ്പി ഇൻ ദി ഫെയ്ത്ത് വെദർ സർക്കംസ്റ്റൻസസ് പീപ്പിൾ ട്രീറ്റ് യു റൈറ്റ് ഓർ നോട്ട്. നിങ്ങളെ ജനങ്ങൾ കാണുന്നത് ശരിയായിട്ടാണോ തെറ്റാണോ എന്നാണ് അറിയത്തില്ല. വെദർ യുവർ പ്ലാൻസ് വർക്കൗട്ട് ഓർ നോട്ട്, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന പദ്ധതികൾ നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല. മെനി ഡിസപ്പോയിൻമെൻറ്റ്സ് ഓർ നൺ, പല ദുഃഖങ്ങളോ ചിലപ്പോൾ ഒരു ദുഃഖവും ഇല്ലായിരിക്കും. നെഗറ്റീവ് തോട്ട്സ് നിന്നെ തകർത്ത് കളയും. നെഗറ്റീവ് തോട്ട്സ് നിന്നെ വരുമ്പോൾ തകർത്ത് കളയും. ഗാഡ് ക്രിയേറ്റഡ് യു ടു എൻജോയ് യുവർ ലൈഫ്. ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, നിന്റെ ജീവിതം, മനുഷ്യജീവിതം ദൈവത്തിൽ ആശ്രയിച്ച് സന്തോഷകരമായിരിക്കാനാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ടു ലാഫ് ആൻഡ് സ്മൈൽ, ചിരിക്കാനും സന്തോഷിക്കാനുമാണ്. ഇഫ് യു വാണ്ട് ടു ലിവ് ഹാപ്പിയർ ആൻഡ് ഹെൽത്തിയർ, ദൈവത്തിന് നിങ്ങൾക്ക് ജീവിക്കണോ, സന്തോഷകരമായി ജീവിക്കണോ, ഹെൽത്തി ആയിട്ട് ജീവിക്കണോ, എവറി മോർണിംഗ് യു നീഡ് ടു സേ യുവർ സെൽഫ്, ഐ ആം ബ്ലെസ്ഡ്, ഐ ആം ഗ്രേറ്റ്ഫുൾ, ഐ വിൽ ബി ഹാപ്പി. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇത് പറയാൻ സാധിക്കും. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ ഗ്രേറ്റ്ഫുൾ, ദൈവത്താൽ ഞാൻ ദൈവകൃപ പ്രാപിച്ചവനാണ്, ഞാൻ ഇന്ന് ഹാപ്പി ആയിരിക്കും. അത് ഓരോ ദിവസവും എഴുന്നേറ്റ് പറയാൻ സാധിക്കണം. സാഡ്നെസ് ചിന്തിച്ചിരുന്നാൽ നിനക്ക് സന്തോഷം തരികയില്ല. ജോയ് ഈസ് കമ്മിങ് എവറി മോർണിംഗ്. നീ ഈ ചിന്തയിലിരുന്നാൽ എല്ലാ ദിനങ്ങളിലും രാവിലെ നിന്റെ സന്തോഷം നിന്നിലേക്ക് അടുത്തിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്, എന്തെല്ലാം ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഭാരങ്ങളുള്ള മനുഷ്യനാണ് പൗലോസ് പറയാണ്, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് യേശുക്രിസ്തുവിൽ ദൈവേഷ്ടം. യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് നമ്മൾ ആരും ദുഃഖിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സന്തോഷമായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ കർത്താവിൻ്റെ സന്തോഷം, ആ ബലത്തിൽ നിൽക്കാൻ നമ്മൾക്ക് ശക്തി തരുവാൻ ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വ്യാപരിക്കട്ടെ. നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹീതമായ ഒരു സന്തോഷം. നിങ്ങൾ ദുഃഖത്തിലിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ദുഃഖത്തെ മാറ്റി അത് സന്തോഷമാക്കുന്ന കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ആ സന്തോഷം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, മനസ്സുകളിലേക്ക് വരട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ദുഃഖത്തിലും ഭാരത്തിലും സങ്കടത്തിലും വേദനകളിലും ഇരിക്കുന്നവർക്ക് അവരുടെ സങ്കടങ്ങളെയും വേദനകളെയും മാറ്റി സന്തോഷത്തെ നൽകി കർത്താവിൻ്റെ കരുണകൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, കർത്താവെ, വിശേഷ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും, സെനറ്റേഴ്സ്, മേയേഴ്സ്, ഗവർണേഴ്സ്, പരിശുദ്ധാത്മാവിൽ ദൈവ സാന്നിധ്യം നിന്റെ മക്കൾക്ക് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരകൃപ ലോകമെമ്പാട് സുവിശേഷം അറിയിക്കുന്നവർ, കർത്താവെ, വിവിധ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, എപ്പേർപ്പെട്ടവരെക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഞങ്ങൾ MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകളിലും ജയിലുകളിലും കഴിയുന്നവർ, ബെഡ്ഡനായിട്ടുള്ളവർ, പ്രായമായി വാർദ്ധക്യ സഹജമായി ക്ഷീണത്തിൽ ആയിരിക്കുന്നവർ, മദ്യപാനത്തിൻ്റെ കൊണ്ട് കുടുംബം തകർന്നു പോയിട്ടുള്ളവർ, ആരും നോക്കാനില്ലാത്തവർ, അനാഥർ, വിധവമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും
ഇന്ന് പ്രത്യേക സന്തോഷം കൊണ്ട് നിന്റെ മക്കളെ നിറയ്ക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.